ഇപ്പോൾ നമ്മൾ കാണുന്നത് നാഷണൽ സ്റ്റേറ്റ് ഹൈവേയിൽ ഉള്ള ഒരു പണിയാണ്. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ആണ് ഈ പണി ആരംഭിച്ചതെങ്കിലും പിന്നീട് കുറേ നാളത്തേക്ക് അവർ പിന്നെ റോഡിൻ്റെ വികസനമൊന്നും കൊണ്ടുവന്നില്ല. റോഡ് പലയിടത്തും ട്രാഫിക് ജാമൊക്കെ ആയി. പിന്നെയും മേൽപ്പാലങ്ങൾ ഇല്ലാത്തതിൻ്റെ ഒരു അഭാവം അവർ കണ്ടു. അതുകൊണ്ട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അവർ യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ റോഡ് മുഴുവനും പൊളിച്ച് രണ്ടാമത് അവർ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് മേൽപ്പാലത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ അവർക്ക് ബോധ്യം വന്നത്. പറയപ്പെടുന്നത് നേരത്തെ ഇതെല്ലാം പ്രൊജക്റ്റിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്ന സാമ്പത്തിക മാനേജ്മെൻറ്റിൽ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ രീതിയിലും ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലാണ് പണിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അവർ യുദ്ധകാലാടിസ്ഥാനത്തിൽ വളരെ വിപുലമായിട്ട് പിന്നെയും ഒരുപാട് പൈസ ചിലവഴിച്ചിട്ട് അവർ മേൽപ്പാലങ്ങളും ഒക്കെ അവർ പണിയുന്നുണ്ട്. അതിൻ്റെ കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ റോഡ് പണി, അതിൻ്റെ പുറകിലുള്ള അഴിമതി, മിസ്മാനേജ്മെൻ്റ് ഒക്കെയാണ് നമുക്കിതിലൂടെ കാണുന്നത്. ഒരു പ്രോജക്റ്റ് പാസ്സായി കഴിഞ്ഞാൽ മേൽപ്പാലങ്ങൾ എവിടെയൊക്കെ വേണം, ഏത് രീതിയിൽ വേണം, ട്രാഫിക് കുറയ്ക്കാനുള്ള വഴികൾ എന്താണ്, ഏറ്റവും മുന്തിയ പണി എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് ആവശ്യമാണ്. പിന്നീട് രണ്ടാമത് പൊളിച്ചു പണിഞ്ഞ് വീണ്ടും പൊളിച്ചു പണിയുന്ന ഒരു പ്രവണത സ്റ്റേറ്റ് ഹൈവേയിൽ പൊതുവെ കണ്ടുവരുന്നുണ്ട്. മാത്രമല്ല ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പണിഞ്ഞിട്ടും ഇപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഒരുപാട് ആളുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ രാവിലെയും രാത്രിയും മഴയും വെയിലും ഒക്കെ കൊണ്ടിട്ട് പണിയുന്നുണ്ട്. തൊഴിലാളികൾ കഷ്ടപ്പെട്ട് പണിയുന്നുണ്ട്. പക്ഷേ ഇത്രയൊക്കെ പണിഞ്ഞിട്ടും റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് പോകുന്നുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് പണിഞ്ഞിട്ടും അതിൻ്റെ ഫലം ആർക്കും അനുഭവിക്കാൻ പറ്റാത്ത നിലയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റേറ്റ് ഹൈവേ പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞ് പോകുന്നത്. സംസ്ഥാന റോഡുകളും വലിയ മെച്ചമൊന്നുമില്ല. സ്റ്റേറ്റ് ഹൈവേനെ കുറ്റം പറയാൻ തക്കവണ്ണം സംസ്ഥാന റോഡുകൾക്കും വലിയ മെച്ചമൊന്നുമില്ല. അതും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. കാരണം ഇതെല്ലാം കോൺട്രാക്ടർമാരും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന മേൽപ്പാലം പണിയൽ ഏകദേശം 1.5 വർഷമായി പണി തുടങ്ങിയിട്ട്. ഇനി അടുത്തൊരു 1.5 വർഷത്തിനുള്ളിൽ അത് പൂർത്തീകരിക്കും. അതിന് എത്ര നാൾ നിലനിൽക്കുമില്ലോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. കാരണം പണിയുടെ നിലവാരം കുറച്ച് കഴിയുമ്പോൾ മാത്രമേ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. കുറേ വാഹനങ്ങൾ അതിൻ്റെ മുകളിലൂടെ പോയി അത് കുറേ അനുഭവിച്ച് കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഏതായാലും മേൽപ്പാലങ്ങളും ഇടനാഴികളൊക്കെ വളരെ അത്യന്താപേക്ഷിതമാണ്. ട്രാഫിക് കുറയ്ക്കാനാണല്ലോ മേൽപ്പാലങ്ങളൊക്കെ പണിയുന്നത്. അത് പണിയേണ്ട പോലെ പണിഞ്ഞാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാണ് മഴക്കാലത്ത് തീവ്രമായ പണി നടന്നുകൊണ്ടിരിക്കുന്നത്.